ഡോക്ടർ അനീസ് കാർഡിയാക് ഇലക്ട്രോഫിസിയോളജി കിംസിലെ മേധാവിയാണ്. അതുകൂടാതെ ഹാർട്ട് ഫെയിലിയർ ട്രീറ്റ്മെൻറ്റ് മാനേജ്മെൻറ്റ് ട്രാൻസ്പ്ലാന്റേഷൻ ഫോളോ അപ്പ് അതെല്ലാം ഇപ്പോൾ നോക്കുന്ന ഡോക്ടറാണ്. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് നമ്മൾ പേസ് മേക്കർ, ഒരു പ്രത്യേകതരം പേസ് മേക്കറിനെ കുറിച്ചാണ്. യൂഷ്വലി നമുക്കറിയാം പേസ് മേക്കർ എന്ന് വെച്ചാൽ മെയിനായിട്ട് 3 കമ്പോണൻ്റ് ഉണ്ട്. അതിൽ ഒന്ന് ആ ബാറ്ററി, ആൽഗോരിതം, സർക്യൂട്ട് എല്ലാം അടങ്ങിയ ഒരു ഡിവൈസ്, പിന്നെ അതിൽ നിന്നും ഹാർട്ടിനുള്ളിലേക്ക് പോകുന്ന വയർ. ഈ വയർ മെറ്റൽ വയറാണ്. അതിൻ്റെ മേളിൽ സിലിക്കോണോ അല്ലെങ്കിൽ സ്പെഷ്യൽ റബ്ബറൈസ്ഡ് കോട്ടിങ്, പോളി യൂറത്തിൻ കോട്ടിങ്ങും ഉണ്ടാവും. അത് പിന്നെ ഹാർട്ടിനുള്ളിൽ നമ്മുടെ ഹാർട്ട് മസിലുമായിട്ട് ചേരുന്ന ഭാഗത്തുള്ള ലീഡ് ഹ്യൂമൻ ഇൻ്റർഫേസ് അല്ലെങ്കിൽ ലീഡ് ഹാർട്ട് ഇൻ്റർഫേസ്, ഇത് മൂന്നുമാണ് ഒരു പേസ് മേക്കറിൻ്റെ കമ്പോണൻറ്റ്. ഇതിൽ പണ്ട് മുതലേ വർഷങ്ങളായിട്ട്, ഡെക്കേഡ്സായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന പേസ് മേക്കറെല്ലാം അങ്ങനെ ഉള്ളതാണ്. അതിലൊരു വീക്കസ്റ്റ് ലിങ്ക് ഈ ലീഡാണ്. ആ പേസ് മേക്കർ യന്ത്രം ആക്ച്വലി നമ്മുടെ ബോഡിയുടെ തോളിൻ്റെ സൈഡിലായിട്ട്, സ്കിന്നിൻ്റെ അടിയിലായിട്ടാണ് നമ്മൾ ഫിക്സ് ചെയ്യുന്നത്. അതിൽ നിന്ന് വയറ് നമ്മൾ ഹാർട്ടിനുള്ളിലകത്താണ് പോകുന്നത്. ഈ വയർ ഒരു വീക്ക് ലിങ്കാണ്. അപ്പോൾ അതിൽ വയറിൻ്റെ ഡിസ്ലോഡ്ജ്മെൻറ്റ് അല്ലെങ്കിൽ വയർ വിട്ടു വരാനുള്ള സാധ്യത, അല്ലെങ്കിൽ വയറ് കാരണം അതിൽ ഇൻഫെക്ഷൻ വന്നിട്ട് വയറ് വലിച്ചെടുക്കേണ്ട ആവശ്യകത, പിന്നെ വയർ പോകുന്ന വഴിക്കുള്ള വാസ്കുലാർ ഇഞ്ചറി, കുറേ വയറിട്ട് കഴിയുമ്പം രക്തക്കുഴലിൽ ചുരുക്കം വരിക, അങ്ങനെയുള്ള പ്രോബ്ലംസ് എല്ലാം ഉണ്ടാകാം. അപ്പോൾ അതിനെയൊക്കെ ഒരു പരിധി വരെ ഒഴിവാക്കിയിട്ടുള്ള പുതിയ ടെക്നോളജിയാണ് ലീഡ്ലെസ് പേസ് മേക്കർ എന്ന് പറയുന്നത്. ലീഡ്ലെസ് പേസ് മേക്കർ എന്ന് വെച്ചാൽ ഇതാണ് അതിൻ്റെ ആക്ച്വൽ സൈസ്. ഈ എൻ്റയർ പേസ് മേക്കർ സിസ്റ്റം നമ്മൾ ഹാർട്ടിനുള്ളിലാണ് വെക്കുന്നത്. അപ്പോൾ അതിനകത്ത് പ്രത്യേകമായിട്ടൊരു ബാറ്ററി അടങ്ങുന്ന ഡിവൈസ് ശരീരത്തിൻ്റെ ബോഡിയിലോ പ്രത്യേകമായ വയറോ ഒന്നുമില്ല. എൻ്റയർ പേസ് മേക്കർ ഡിവൈസ് ഒരു ഷോർട്ട് ഡിവൈസാണ്. ടോട്ടൽ 36 മില്ലിമീറ്റർ നീളത്തിനൊക്കെയുള്ള ഡിവൈസാണ്. 32 അല്ലെങ്കിൽ 36 മില്ലിമീറ്റർ. ഇത് ഹാർട്ടിനുള്ളിലോട്ട് നമ്മളൊരു സ്പെഷ്യൽ കത്തീറ്റർ വഴി ഹാർട്ടിനുള്ളിൽ എത്തിച്ച് ഏത് ചേംബറിലാണോ പേസ് ചെയ്യേണ്ടത് അവിടെ ഘടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. എല്ലാ പേസ് മേക്കർ പേഷ്യൻസിനും ഇത് ഒരേപോലെ ആപ്ലിക്കബിൾ അല്ല. ചില പേഷ്യൻസിന് ഇതാണ് സാധാരണ ഉള്ള പേസ് മേക്കറിനേക്കാൾ ഉചിതം. ഉദാഹരണത്തിന്, ഒരിക്കൽ ഇൻഫെക്ഷൻ വന്നിട്ടുള്ള പേസ് മേക്കർ റിലേറ്റഡ് ഇൻഫെക്ഷൻ വന്നിട്ടുള്ള പേഷ്യൻ്റ്, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ലീഡ്സ് ഓൾറെഡി പോയത് കാരണം രക്തക്കുഴൽ ബ്ലോക്ക് ആയിട്ടുള്ള രോഗികൾ, പിന്നെ ചില ഡയാലിസിസ് പേഷ്യൻ്റ്, ഫോർ എക്സാമ്പിൾ നമുക്ക് AB ഫിസ്റ്റുലയൊക്കെ ഉള്ളത് കാരണം വെയിൻ കിട്ടാതെ വരും പേസ് മേക്കർ ഇടാനായിട്ട് ഹാർട്ടിനുള്ളിലേക്ക്, അങ്ങനെയുള്ള പേഷ്യൻസ്, പിന്നെ പ്രായമേറിയ ആൾക്കാർ, മേജർ സർജറി ഒഴിവാക്കാൻ താല്പര്യപ്പെടുന്ന മറ്റു രോഗികൾ, അങ്ങനെയുള്ളവർക്കൊക്കെ ഈ ലീഡ്ലെസ് പേസ് മേക്കർ മറ്റ് പേസ് മേക്കർ, നമ്മൾ ഇതിനു മുമ്പുണ്ടായിരുന്ന യൂഷ്വൽ പേസ് മേക്കറിനെ അപേക്ഷിച്ച് വളരെ പ്രയോജനകരമാണ്. ഓൾമോസ്റ്റ് സെയിം ബാറ്ററി ലൈഫും ഓൾമോസ്റ്റ് എല്ലാ ഫങ്ഷൻസും സെയിം നമുക്ക് കിട്ടുകയും ചെയ്യും ഈ ലീഡ്ലെസ് പേസ് മേക്കർ വെച്ചിട്ട്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.